എസ്ര 10-ാം അധ്യായം. എസ്ര ഇങ്ങനെ ദേവാലയത്തിന് മുൻപിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹീയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രായോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിനു വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യം ആകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കാം. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്ക് പോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രായേലരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. എസ്ര ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു. അനന്തരം അവർ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നുകൂടേണം എന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെയിരുന്നാൽ അവന്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദായിലും യെരൂശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ യഹൂദായുടെയും ബെന്യാമീന്റെയും സകല പുരുഷന്മാരും 3-ാം ദിവസത്തിനകം യെരൂശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതി ആയിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദേവാലയത്തിന്റെ മുറ്റത്ത് ഇരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവുമാകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യനിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിനകോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് അസാഹേലിന്റെ മകനായ യോനാഥാനും തിക്വയുടെ മകനായ യക്സയാവും മാത്രം വിരോധം പറഞ്ഞു. മെശുല്ലാമും ശബ്ബദായി എന്ന ലേവ്യനും അവരെ താങ്ങി പറഞ്ഞു. പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. എസ്രാ പുരോഹിതനെയും പിതൃഭവനമായി ചില പിതൃഭവന തലവന്മാരെയും പേരായി തെരഞ്ഞെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവന്റെ സഹോദരന്മാരിലും മൈശയാവ്, എലിയേസർ, യാരീബ്, ഗെദല്യാവ് എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇമ്മേരിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബദ്യാവ്. ഹാരീമിന്റെ പുത്രന്മാരിൽ മൈഷേയാവ്, ഏലിയാവ്, ഷെമയ്യാവ്, യഹീയേൽ, ഉസ്സിയാവ്. പശൂരിന്റെ പുത്രന്മാരിൽ എല്യൂവേനായി, മയഷേയാവ്,
ഇഷ്മായേൽ, നെഥനയേൽ, യോസാബാദ്, എലയാസ. ലേവ്യരിൽ യോസാബാദ്, ഷിമെയി, കെലീത എന്നു പേരുള്ള കേലായാവ്, പെദഹ്യാവ്, യഹൂദ, എലിയേസർ. സംഗീതക്കാരിൽ എല്യാഷീബ്, വാതിൽ കാവൽക്കാരിൽ ശല്ലൂം, തേലം, ഊരി. ഇസ്രായേലിൽ പരോശിന്റെ പുത്രന്മാരിൽ രമ്യാവ്, ഇഷിയാവ്, മൽക്കിയാവ്, മിയാമീൻ, എലയാസാർ, മൽക്കിയാവ്, ബെനായാവ്. ഏലാമിന്റെ പുത്രന്മാരിൽ മഥന്യാവ്, സെഖര്യാവ്, യഹീയേൽ, അബ്ദി, യെരേമോത്ത്, ഏലിയാവ്. സദ്ദൂവിന്റെ പുത്രന്മാരിൽ എല്യുവെനായി, എല്യാഷീബ്, മഥന്യാവ്, യെരേമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹനന്യാവ്, സബ്ബായി, അദലായി. ബാനിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, അദായാവ്, യാശൂബ്, ഷെയാൽ, യെരേമോത്ത്. പഹത്ത് മോവാബിന്റെ പുത്രന്മാരിൽ അത്ന, കെലാൽ, ബെനായാവ്, മൈഷേയാവ്, മഥന്യാവ്, ബെസലയേൽ, ബിന്നൂവി, മനശെ. ഹാരീമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയാവ്, മൽക്കിയാവ്, ഷെമയ്യാവ്, ഷിമയോൻ, ബെന്യാമീൻ, മല്ലൂക്ക്, ഷെമര്യാവ്. ഹാശൂമിന്റെ പുത്രന്മാരിൽ മഥനായി, മഥത്ത, സാബാദ്, എലിഫേലത്ത്, യെരേമായി, മനശെ, ഷിമെയി. ബാനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനായാവ്, ബേധയാവ്, കെലൂഹൂം, വന്യാവ്, മെരേമോത്ത്, എല്യാഷീബ്, മഥന്യാവ്, മെഥനായി, യാസു, ബാനി, ബിന്നൂവി, ഷിമെയി, ഷേലമ്യാവ്, നാഥാൻ, അദായാവ്, മഗ്നദെബായി, ഷാഷായി, ഷാരായി, അസറിയേൽ, ഷേലമ്യാവ്, ഷമര്യാവ്, ഷല്ലൂം, അമര്യാവ്, യോസേഫ്. നെബൂവിന്റെ പുത്രന്മാരിൽ യെയീയേൽ, മിഥിഥ്യാവ്, സാബാദ്, സെബീന, യദ്ദായി, യോവേൽ, ബെനായാവ്. ഇവർ എല്ലാവരും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.